അങ്ങനെ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് അപമാനമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കിടക്കുന്നത്. അങ്കമാലിയിൽ ഗുണ്ടയ്ക്കൊപ്പം വിരുന്നുണ്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയെ കയ്യോടെ പൊക്കി ഏമാൻ വലയിലായത് കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസലിന്റെ വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ്. റെയ്ഡിനെത്തിയ എസ്ഐയെ കണ്ട് ഡിവൈഎസ്പി MG സാബു ഭയന്നോടി. വിവാദമായതോടെ ഡിവൈഎസ്പിയുടെ പേര് ആ രേഖകളിൽ നിന്ന് മുക്കുകയും ചെയ്തു. നാളെ മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ യോഗം കൂടി വിളിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് പോലീസ് സേനയിൽ നിന്നും ഇങ്ങനെ ലജ്ജിപ്പിക്കുന്ന തലകുനിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി വരുന്നത്. വിവരങ്ങളുമായി ബിനിൽ കൊച്ചിയിൽ നിന്നുണ്ട്. ബിനിൽ, അത്യന്തം സേനയ്ക്ക് അപമാനമായിട്ടുള്ള ഒരു സംഭവമാണ്. നാട് മുഴുവൻ ഗുണ്ടകൾക്കായി അരിച്ചു പറക്കുമ്പോൾ പോലീസ് സേനയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ആണ്. ഡിവൈഎസ്പി ഗുണ്ട, അതും വെറും ഗുണ്ടയല്ല, കുപ്രസിദ്ധ ഗുണ്ടയുടെ വിരുന്നിൽ പങ്കെടുക്കുന്നു. എങ്ങനെയാണ് ഇദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത്? പിന്നീട് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാടാണോ സേനയിൽ നിന്ന് ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ഇപ്പോൾ ബിനിൽ ലഭിക്കുന്നത്? പ്രതീഷ്, ഗുണ്ടകൾ നാടാകെ അഴിഞ്ഞാടിയപ്പോൾ അതിൽ പോലീസിന്റെ മുഖം രക്ഷിക്കാനാണ് ഓപ്പറേഷൻ ആഗുമായി പോലീസ് ഇറങ്ങി ഈ ഗുണ്ടകളുടെ എല്ലാം വീടുകളിൽ പരിശോധന നടത്തിയത്. പക്ഷേ ഇന്നലെ വൈകിട്ട് 6 മണിക്ക് അങ്കമാലി പോലീസ് ഓപ്പറേഷൻ ആഗുമായി ഒരു ഗുണ്ടയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ സത്യത്തിൽ ആ SI ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം പരിചയമുള്ള 3 പോലീസുകാരെ കണ്ടു എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. ആ 3 പോലീസുകാരുടെ പേരുകൾ കൃത്യമായി രേഖപ്പെടുത്തുകയും അവരെ വിളിച്ചു വരുത്തുകയും ചെയ്തു. പക്ഷേ ഇതിലെ യഥാർത്ഥ താരമായിട്ടുള്ള ഡിവൈഎസ്പി ആ SIയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ട് എന്നത് ഇനി പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും എറണാകുളം റൂറൽ പോലീസ് ആ ഡിവൈഎസ്പി അടക്കം വിളിച്ചു വരുത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാബു ആണ് ആ വീട്ടിലുണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ 3 പോലീസുകാരെയും ആ വീട്ടിൽ ഇറക്കി വിട്ട ശേഷം സാബു പുറത്തുപോയി എന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്ന ഭാഷ്യം. പക്ഷേ ഒരു ഗുണ്ടയുടെ വീട്ടിൽ എന്താണ് പോലീസിന് കാര്യം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് നാട് മുഴുവൻ ഈ ഗുണ്ടാ വേട്ടയ്ക്കായി പോലീസ് ഇറങ്ങുമ്പോൾ തമ്മനം ഫൈസലിന്റെ അങ്കമാലി പുളിയനത്തെ വീട്ടിൽ ഓപ്പറേഷൻ ആഗുമായി പോലീസ് എത്തുമ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളുമായി ആ വീട്ടിൽ ഇരിക്കുന്നത് കാണുന്നത്. എന്തായാലും പോലീസ് സേനയ്ക്ക് ആകമാനം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഈ ഡിവൈഎസ്പിയെ കുറിച്ച് പറഞ്ഞാൽ ഈ ഡിവൈഎസ്പി പോലീസ് സേനയിലെ ഒരു വിവാദ പുരുഷനാണ് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മുൻപ് പലതരത്തിലുള്ള കേസുകളിൽ പെടുകയും സസ്പെൻഷനിലും ഒക്കെ തന്നെ പോയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ മാസം അവസാനം റിട്ടയർ ചെയ്യാനിരിക്കുകയാണ്. ഈ ഗുണ്ടയുടെ വീട്ടിലേക്ക് പോലീസുകാരെയും കൂട്ടിയുള്ള ഡിവൈഎസ്പിയുടെ യാത്ര. ആ യാത്ര എന്താണ് അവരുടെ ലക്ഷ്യം? അതെല്ലാം പുറത്തു വരാനിരിക്കുന്നു. എറണാകുളം റൂറൽ പോലീസ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം വിളിച്ചു വരുത്തി അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് പോലീസ് സേനയ്ക്ക് ഞെട്ടലുണ്ടാക്കുന്നതും നാണക്കേടുണ്ടാക്കുന്നതും സംസ്ഥാനത്തെ ഗുണ്ടാ വേട്ടയ്ക്കൊക്കെ തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്നതുമാണ്. കാരണം പോലീസ് ക്രിമിനൽ ബന്ധങ്ങൾ നമ്മളെ ഇപ്പോഴും വീണ്ടും വീണ്ടും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം ഇത് മാറുന്നത്. കാരണം ഇവിടെ ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ ഗുണ്ടാവേട്ട നടക്കുകയാണ്. ആ ഗുണ്ടാവേട്ടയിൽ ഈ പല ആളുകളെയും പിടികൂടുന്നു എന്ന കണക്കുകൾ വൈകുന്നേരം പബ്ലിക് റിലേഷനിൽ നിന്നും പോലീസിന്റെ സംവിധാനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ഗുണ്ടകളെ പിടിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴും ഈ കുപ്രസിദ്ധ ഗുണ്ടകൾ, നിരവധി കേസിലെ ഈ ഗുണ്ടയായിട്ടുള്ള ഈ തമ്മനം ഫൈസൽ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തിങ്ങനെ വിഹരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ആത്മാർത്ഥതയാണ് ഈ റെയ്ഡിനോട് ഈ ഉദ്യോഗസ്ഥർ നടത്തിയത് എന്നതുകൂടി വെളിവാകുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിരിക്കില്ല. ഈ ഗുണ്ട പോലീസ് ബന്ധം പല റിപ്പോർട്ടും DGPക്ക് മുൻപാകെ എത്തിയിട്ടുള്ളതാണ്. അതിലൊക്കെ എത്രത്തോളം നടപടി സ്വീകരിച്ചു എന്നത് കൂടി നമ്മൾ ഇനി പരിശോധിക്കണം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പോലീസ് സേനയ്ക്ക് മൊത്തത്തിൽ അപമാനമായിട്ട് നിൽക്കപ്പെടുകയല്ലേ ഈ സംഭവം? പ്രതീഷ് സൂചിപ്പിച്ച എല്ലാം ശരിയാണ്. കാരണം പോലീസ് ക്രിമിനൽ ബന്ധം പലപ്പോഴായി പുറത്തു വന്നിട്ടുള്ളതാണ്. ഗുണ്ടകൾ, കൊടും കുറ്റവാളികൾ, ഇവരൊക്കെയായി പോലീസ് സേനയിലുള്ളവർക്ക് നല്ല ബന്ധമുണ്ട്. കൊടും ക്രിമിനലുകളായ പോലീസുകാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഇടയിലും പോലീസിന്റെ ഈ ഗുണ്ടാ വേട്ടയിൽ വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഇന്നലത്തെ അങ്കമാലി സംഭവം. കാരണം പോലീസ് ആ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ കാണുന്നത് തൻ്റെ ഏമാനെയാണ്. എങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ സാബു ആണെങ്കിൽ പോലീസ് സേനയിൽ കയറിയപ്പോൾ മുതൽ ഇത്തരത്തിൽ പല വിവാദങ്ങളിലും പെടുകയും സസ്പെൻഷനിലൊക്കെ തന്നെ പോവുകയും ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. എന്താണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ ഗുണ്ടയുടെ വീട്ടിൽ കാര്യം? അതായത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളുടെ വീട്ടിലെ കാര്യം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. എന്തിനു വേണ്ടി ഇവർ ആ വീട്ടിലെത്തി? എന്തായിരുന്നു ഇവരുടെ ഇടപാട്? ഡിവൈഎസ്പിയുടെ ചിത്രം ഒന്ന് പ്രേക്ഷകരിലേക്ക് കാണിക്കുകയാണ്. അത് കേരളം ഒന്ന് കാണേണ്ട
ദൃശ്യമാണ്, ചിത്രമാണ്. കേരള പോലീസിൽ ഡിവൈഎസ്പി എന്ന ഉന്നത റാങ്കിലേക്ക് എത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഗുണ്ടയുടെ വീട്ടിലേക്ക് വിരുന്നുണ്ണാൻ പോകുമ്പോൾ, അതും ചില്ലറ ഗുണ്ടയല്ല, വിഷം നന്നായിട്ട് വമിപ്പിക്കുന്ന ഉഗ്ര വിഷമുള്ള രാജവെമ്പാലയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു ഗുണ്ടയുടെ വീട്ടിലേക്കാണ് ഈ ഏമാൻ എത്തുമ്പോൾ ഇദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അത് കേരള പോലീസിനെ സംബന്ധിച്ചോളം അത് അപമാനത്തിന്റെ ട്രാക്ക് റെക്കോർഡായി, അപമാനത്തിന്റെ മെഡലായി സേനയ്ക്ക് കേരള പോലീസിന് ലഭിക്കുകയാണ്. നാളെ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൈവിട്ടു പോകുന്നു? അവരെയൊക്കെ നിയന്ത്രിക്കാൻ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ലേ? ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണോ? കാരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. നോക്കണം, വലിയ ഒരു തസ്തികയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഗുണ്ടയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആ സാഹചര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് മനസ്സിലൊന്ന് ചിന്തിക്കുക. ഒരു SI റെയ്ഡിന് ചെല്ലുന്നു, ഗുണ്ടാവേട്ടയ്ക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ അതാ അകത്തിരിക്കുന്നു 3 പോലീസുകാർ. അത് കണ്ട് നോക്കുമ്പോൾ അവിടെ DYSP ഉണ്ട്. സല്യൂട്ട് അടിച്ചിട്ട് തിരികെ പോകേണ്ടി വരുന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ആ കൊടുങ്കുണ്ടയുടെ വീട്ടിലിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കണം കേരള പോലീസിന് ഏൽക്കുന്ന അപമാനം. ബിനിൽ, തുടരാം. പ്രജീഷ്, പോലീസിന്റെ രേഖകളിൽ ഇപ്പോൾ ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരെ, അതായത് പോലീസുമായി ഡ്രൈവർമാരടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പിടികൂടി അല്ലെങ്കിൽ അവിടെ കണ്ടു എന്നതാണ് പോലീസിന്റെ രേഖകളിലുള്ളത്. ആ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ അവർ പോലീസിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി തങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയത് DYSP ആണ് എന്നതാണ്. അപ്പോൾ ഈ SI എത്തിയ സമയത്ത് DYSP എങ്ങോട്ട് മാറി എന്നതാണ് ഏറ്റവും പ്രധാനം. അവിടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതും പുറത്തു വരുന്നതുമായ വിവരം ഈ DYSP ആ SIയെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് മാറി എന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായും DYSP തന്നെയാണ് തങ്ങളെ അവിടെ കൊണ്ടുവന്ന് വിട്ടത് എന്നാണ് പറയുന്നത്.